യുവർ സെൽഫ് ഇസ് യുവർ ടെമ്പിൾ. സോ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങളെ സെൽഫിലേക്ക് ഇരിക്കുക എന്നതാണ്. മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ജസ്റ്റ് എന്താന്ന് പറയാം, മെഡിറ്റേഷൻ ഇസ് എ പ്രോസസ് അലൈൻ യുവർ സെൽഫ്. ഇതൊരു ധ്യാനമാണ്. പുറത്തുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ആരാണ് ഗൈഡൻസ് തരുന്നത് അവരുടെ വോയിസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക എന്നതാണ്. മെഡിറ്റേഷൻ ഇരിക്കാൻ സർട്ടൻ പൊസിഷൻസ് ഉണ്ട്. റിലാക്സ് ആയിട്ടിരിക്കുക എന്നതാണ്. നട്ടെല്ല് നിവർത്തി, തല ഉയർത്തി, കാല് തറയിൽ പതിപ്പിച്ച്, കൈകൾ രണ്ടും ഓപ്പൺ ആക്കി വെച്ച് വളരെ കംഫർട്ടായിട്ടിരിക്കാം. ചാരിയിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചാരിയിരിക്കാം. നിങ്ങളുടെ ബോഡി ഓക്കെ ആണ്, കംഫർട്ടാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ സജഷൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അല്പസമയം ഇരിക്കാം. ഓക്കെ, ആൻഡ് ക്ലോസ് യുവർ ഐസ്. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. Take a deep breath in and breathe out. Once again, take a deep breath in and breathe out. നിങ്ങളുടേതായ താളത്തിൽ അല്പസമയം ശ്വാസം ഉള്ളിലോട്ടെടുത്ത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓരോ സമയം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിലെ ഒരു പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടക്കുന്നതായി ഫീൽ ചെയ്യാം. ശ്വാസം പതിയെ റിലീസ് ചെയ്യുമ്പോൾ ശരീരത്തിലോ മനസ്സിലോ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പതിയെ ശ്വാസത്തിലൂടെ പുറത്തു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആഴത്തിലുള്ള ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കാൻ നിങ്ങളുടെ മനസ്സിപ്പോൾ തയ്യാറാണ്. നമ്മുടെ കോൺഷ്യസിൽ നിന്ന് ഒരു ഉയർന്ന കോൺഷ്യസിലേക്ക് മനസ്സ് പൂർണ്ണമായും, അവബോധ മനസ്സ് നെക്സ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയായിരിക്കുന്നു. പതിയെ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. ഭംഗിയുള്ള ഒരു സിനാരിയോ മനസ്സിൽ കാണാം. പൂക്കളുള്ള പൂന്തോട്ടമാകാം, ഗാലക്സി ആകാം, സോളാർ സിസ്റ്റം ആകാം. നിങ്ങളുടെ മനസ്സിലേക്ക് നാച്ചുറലി വരുന്ന ഒരു പ്ലേസ് ഇപ്പോൾ കാണാം. അവിടെ നിങ്ങൾ കാണാൻ പോകുന്ന വേർഷൻ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫാണ്. അഥവാ നിങ്ങളുടെ ഉന്നതമായ അവസ്ഥയിലിരിക്കുന്ന സ്വയത്തെ നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ കാണാം. ഇപ്പോൾ നിങ്ങളുടെ ആ സെൽഫിലേക്ക് നിങ്ങൾ പതിയെ നീങ്ങുന്നതായിട്ട് കാണുക. ജസ്റ്റ് ബൈ വാക്കിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. വളരെ ആശ്ചര്യത്തോടെ, ഒരു കുട്ടിയുടെ മനോഭാവത്തോടെ, വിത്ത് ലോട്ട്സ് ഓഫ് ക്യൂരിയോസിറ്റി, മൂവ് ടുവാർഡ്സ് യുവർ റിയൽ സെൽഫ്. നിങ്ങളുടെ ഉന്നതമായ സ്വയത്തിലേക്ക് നടന്നു നീങ്ങുക. അവസാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതിന് മുന്നേ ഒന്ന് റിമൈൻഡ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്യാം. എടുത്തെടുത്ത് നന്ദി പറയേണ്ട പ്രധാനപ്പെട്ട ജീവിതത്തിലെ കാര്യങ്ങൾ. മക്കളാകാം, പാരൻസ് ആവാം, നിങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങളാകാം. എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് നാച്ചുറലി ഇപ്പോൾ വരുന്നത് അവയൊക്കെ ഇപ്പോൾ മനസ്സിൽ കണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ആ ഹയർ സെൽഫിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുന്നെയായി എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ്? ഒരു ഉന്നതമായ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിനും വേണ്ടി, നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയിലേക്ക് വേണ്ടി ഉന്നതമായ ഒരു ഉദ്ദേശത്തോടെ സ്റ്റാർട്ട് ചെയ്യാം. എന്തിന് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നു? എന്ത് മാറ്റമാണ് നിങ്ങളുടെ ആന്തരിക ലോകത്ത്
നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടോ? സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. What are you expect is a shift in your inner consciousness. അല്പസമയം തരാം. നിങ്ങളുടേതായ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയ ഒരു ഇന്റൻഷൻ ഈ പോയിന്റിൽ മനസ്സിൽ സെറ്റ് ചെയ്യാം. ഹലോ, ഇപ്പൊ തുടങ്ങും കേട്ടോ. 8:30. നിങ്ങളല്ലാതാക്കുന്ന, നിങ്ങളെ താഴോട്ടേക്ക് ചിന്തിപ്പിക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ഇമാജസിനെയും ഭാരങ്ങളെയും നിങ്ങളുടെ തോട്ടിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളുടെ ഊർജതലത്തിൽ നിന്ന് ജസ്റ്റ് ഡ്രോപ്പ് എവറിത്തിങ് ദാറ്റ് വാസ് ഇൻ യുവർ ഡൗൺ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഹയർ കോൺഷ്യസിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഒരു പ്രകാശവലയം നിങ്ങൾക്ക് ചുറ്റും കണക്ട് ചെയ്യുന്നതായി ഫീൽ ചെയ്ത് ഒരല്പസമയം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇട്ട് കൊടുക്കുന്നത് പോലെ ലൈറ്റ് ഇൻ്റഗ്രേഷന് വേണ്ടി നിങ്ങളുടെ സെൽഫിനെ നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് ഫോക്കസ് ചെയ്യാം. പ്രകാശവലയം നിങ്ങളുടെ ചുറ്റിനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഇൻ്റഗ്രേഷൻ നിങ്ങളിലേക്ക്, ആ ഒരു ലൈറ്റ് ഒരു വലയം തീർത്ത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നിങ്ങൾക്ക് ചുറ്റിനും നടക്കുന്നതായിട്ട് ഫോക്കസ് ചെയ്യാം. Now you can slowly move on to come back. പതിയെ തിരിച്ചു വരാം. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Take a deep breath in. Slowly breathe out. Once more, take a deep breath in. Slowly breathe out. പൂർണ്ണമായ ഒരു പുഞ്ചിരിയോടുകൂടെ, ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടെ പതിയെ കണ്ണുകൾ തുറക്കാം. രണ്ട് കൈകളും നന്നായിട്ട് കൊട്ടിത്തിരിഞ്ഞ് മുഖത്ത് വെച്ച് ആ ഒരു ഫീലിംഗ് ഒന്ന് എക്സ്പ്രസ് ചെയ്യും. താങ്ക് യു സോ മച്ച്.
dears. Good evening. Good evening, dears. ഇത് നമ്മുടെ ഒരു ഫ്രീ സെഷൻ ആണ്. പക്ഷെ ആരും ഇതിനൊരു ഫ്രീ സെഷനായി അങ്ങനെ തീരെ വിലയില്ലാതെ ഫ്രീ സെഷനായി കാണരുത്. ഇതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെഷനാണ്. സോ എല്ലാവരും കഴിയുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ആക്കി വെക്കാൻ ശ്രമിക്കണേ. നമുക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി. പ്ലീസ് എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ആക്കാവോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. എനിക്ക് ആരുടെയും ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കാവോ പ്ലീസ്? ഷൈമ, താങ്ക് യു. ഷഹാന, ഓക്കെ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് വീഡിയോ ഓൺ ആക്കൂ, സോ ദാറ്റ് നമുക്ക് കണ്ട് സംസാരിക്കാം. സുബൈദ, സംസാരിക്കുമ്പോ മൈക്ക് ഓൺ ആക്കണേ. യാത്രയിലാണോ? ഓക്കെ. ഇനി കുറച്ചു പേരും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. അതാ നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? നമുക്ക് 2 മിനിറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് എന്തുദ്ദേശിച്ചാണ് നിങ്ങൾ എല്ലാവരും എത്തിയത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലെ ഇവിടെ എത്തിയിട്ടുണ്ടാവുക അല്ലെ? ചെറുതായിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഞങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും സ്വാഗതം പറയുന്നു. നമ്മളുടെ ഈ സെഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പല പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഉഴയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആ ജീവിതത്തിൽ നമുക്ക് മനസ്സ് തളർന്നു പോവാതെ എങ്ങനെ നമുക്ക് നന്നായി ഉയരാൻ കഴിയും എന്നാണ് നമുക്ക് ഇവിടെ ഈ സെഷനിലൂടെ പറയാൻ പോകുന്നത്. അതായത് മൈൻഡ് പവർ എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അല്ലെ? നമ്മുടെ ഉള്ളില് എല്ലാം ഉണ്ട് അല്ലെ? നമ്മുടെ ഉള്ളിൽ വളരെ വലിയൊരു ശക്തിയുണ്ട്. മൈൻഡ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകും അല്ലെ? പെട്ടെന്ന് പ്രതിസന്ധികളും മറ്റും വരുമ്പോൾ ഒരു പളുങ്ക് പാത്രം പോലെയാണ് നമ്മുടെ മനസ്സ് അല്ലെ? അത് പെട്ടെന്ന് തളർന്നു പോകും. പക്ഷെ അതിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ശക്തിയുള്ള ഒരു സംഭവമാണ് അല്ലെ? അപ്പോ അതിനെ ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാനുള്ള ശക്തി ലഭിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ഈ ലോകത്തിലെ തന്നെ വലിയ വലിയ ലീഡേഴ്സും പൊളിറ്റീഷ്യൻസും അവരുടെയൊക്കെ എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ വിൽ പവർ അല്ലെ? അവരുടെ വിൽ പവർ, അവരുടെ ഡിറ്റർമിനേഷൻ, അവരുടെ മൈൻഡ് പവർ, അതാണ് അവരെ അവിടെ എത്തിക്കുന്നത്. അപ്പൊ നമുക്കും ഇല്ലാതെ പോകുന്നത് എന്താണ്? ഈ മൈൻഡിന്റെ ഈ പവറാണ്. പക്ഷെ അത് എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരിലും ആ പവർ ഉണ്ട്, ആ മൈൻഡിന്റെ പവർ ഉണ്ട്. നമ്മൾ കണ്ടെത്താത്തതാണ്. അത് നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മളത് എത്തിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അവിടെ ആ ഒരു മൈൻഡ് പവർ ട്രെയിനിങ്, അതിന്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കാൻ പോകുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഷെറിൻ ഇസ്മായിൽ. ഞാൻ ഒരു പ്രീമിയം മെന്റർ ട്രെയിനിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുബഷിറ ഫാറൂഖ് മാമിന്റെ കീഴിൽ പ്രീമിയം മെന്ററിങ് ചെയ്യുന്ന ഒരു ട്രെയിനിയാണ്. ആൻഡ്
വാണ്ടഡ് ടു ബി എ പവർഫുൾ ട്രെയിനർ. ഒരുപാട് പേരെ നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരാളെങ്കിലും നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം ഞാനും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ഒരാളാണ്. എന്നെ ഇത്രയെങ്കിലും കോൺഫിഡന്റ് ആയി നിങ്ങളുടെ മുൻപിൽ നിർത്താൻ മുബഷിറ മാമിന് വളരെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ ഒരാളെ മാറ്റാൻ കഴിഞ്ഞാൽ, നിങ്ങളെ പോലെയുള്ളവരിലേക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആവും. മീൻസ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ വരുന്നതിന് എന്തെങ്കിലുമൊക്കെ പർപ്പസ് ഉണ്ടാവും അല്ലെ. എവ്രി വൺ ഇസ് ബോൺ വിത്ത് എ പർപ്പസ്. അതേപോലെ എവ്രി വൺ ഇസ് ബോൺ വിത്ത് ലോട്ട്സ് ഓഫ് ടാലൻസ്. നമ്മൾ എല്ലാവരും ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്, ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ടാലന്റോട് കൂടിയാണ് ജനിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ടാലന്റ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ആ പാഷൻ, നമ്മുടെ പാഷൻ എന്ന് പറയുന്നല്ലോ, പലരും എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ പാഷൻ ആയിരിക്കില്ല അവര് ചെയ്യുന്ന ജോലി. അപ്പോ അതാണ് നമ്മുടെ പാഷനിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ ജോലിയും നമ്മുടെ ഇൻകമും ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞാല് നമ്മൾക്കത് വളരെ വലിയ ഉയരത്തിൽ എത്താൻ കഴിയുമെന്നുള്ള ഒരു സംശയമില്ല. അപ്പൊ ആ ഒരു പാഷനിലോട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പാഷനിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആർക്കും തകർക്കാനോ ഒന്നും കഴിയില്ല. നിങ്ങൾക്ക് ഈ ലോകം തന്നെ കീഴടക്കാനാവും എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. മൈൻഡ് പവർ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഞങ്ങളോട് കൂടെ നിങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് മുന്നോട്ട് പോവാം. ഒരുപാട് വേദികൾ നമുക്ക് മേ ബി ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് മറ്റു കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് നമ്മളോട് കൂടെ നിങ്ങളെപ്പോലെ നിങ്ങൾ അറിയുന്ന ഒരു കുടുംബം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. മുബഷിറ ഫാറൂഖ് മാമിനോട് കൂടെ ഞങ്ങൾ 3 പേരാണ് ഈ പ്രീമിയം മെന്റേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളത്. നംസീറ, നാജിയ, അതുപോലെ ഞാൻ ഷെറിൻ. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇവിടെ പ്രീമിയം മെന്ററിങ് ട്രെയിനീസ് ആയിട്ട് നിങ്ങളോടൊപ്പം. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മെന്റർ, നമ്മുടെ ട്രെയിനർ, നമ്മുടെ മുബഷിറ ഫാറൂഖ് മാമിനെ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. മാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എല്ലാ വീഡിയോസിലൂടെയും മറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലെ. നിങ്ങൾ അധികം പേരും മാമിനെ കണ്ടിട്ടുണ്ടാവും. മാം ഒരു മെന്ററാണ്. പിന്നെ മാം ഓൾ കേരള ട്രെയിനിങ് സെന്റർ 2024 നടത്തിയ അതിൽ ഫസ്റ്റ് റൗണ്ടിൽ വന്ന ഒരാളാണ് മാം. പിന്നെ ഓൺലൈൻ ട്രെയിനിങ് പ്ലാറ്റ്ഫോമിൽ മാം 1000-ലധികം ട്രെയിനിങ് സെഷൻസ് നടത്തി ഓൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. പിന്നെ മാം ഷീ ഈസ് നൗ പെർസ്യൂയിങ് ഹർ postgraduate diploma, postgraduate in social works, and she is specialized in counseling. ഒരാളുടെ ജീവിതത്തിലെങ്കിലും മാറ്റം വരുത്തുന്നതിലൂടെ ഈ ലോകത്തിനെ തന്നെ മാറ്റാമെന്നും അതിനെ 10,000-ഓളം പേരിലേക്ക് എത്തിക്കാമെന്നും അതിനെ വളരെ വലിയൊരു പാഷനായി കാണുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്, ഒരു യങ് ട്രെയിനറാണ് നമ്മുടെ മുബഷിറ ഫാറൂഖ് മാം. മാം NLP, ELP, മൈൻഡ് കോച്ചിങ്, മൈൻഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ലീഡർഷിപ്പ് കൗൺസിലിംഗ് ഇതിലെല്ലാം മാം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. മാമിനെ വളരെ ഹൃദയപൂർവ്വം നമുക്ക് ഈ വേദിയിലോട്ട്, നമ്മുടെ ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യാം. വി വെൽക്കം അവർ ട്രെയിനർ മുബഷിറ ഫാറൂഖ് മാം into this session. Thank you, dear. Thank you so much. Can you hear me? Okay, once again, welcome, dears. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. യെസ്. അപ്പോൾ ക്ലാരിറ്റി കോഡിന്റെ ഡേ 1 വീണ്ടും ഒരു തവണ കൂടെ വന്നവർക്കും പുതുതായിട്ട് ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തവർക്കും വൺസ് അഗെയിൻ ഐ വെൽക്കം. ഇത് മോർണിംഗിലൂടെ നമ്മൾ കടന്നു പോകുന്ന 3-day ജേണി അല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് ജനറൽ ഓഡിയൻസിന് വേണ്ടിയിട്ട് നൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തന്നെ പറയാം. സോ ഇതിൽ കുറച്ച് പേര് ജെൻസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ടോട്ടലി പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്താണ്. അതുകൊണ്ട് ആ ഒരു കണ്ടിന്യൂസ് ജേർണിയുടെ സ്റ്റൈലായിരിക്കില്ല, എൻ്റർലി ഡിഫറെൻ്റ് ആണ്.
എനിവേ, ഇന്ന് നിങ്ങളിവിടെ വന്നിരിക്കുന്നതിനാണ് എ ബിഗ് താങ്ക്സ് നിങ്ങളോട് പറയുന്നത്. ബിക്കോസ് ഒരു മാറ്റം നമ്മളിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്, അല്ലേ? അതല്ല എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എത്തൂല. നമുക്കറിയാം എന്തോ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ക്ലിയർ ചെയ്യാനുണ്ട്. അത് ചിലപ്പോൾ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ എക്സലന്റ് ആയിരിക്കും, 100% ഹാപ്പി ആയിട്ട് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത് നമുക്കറിയാം. അപ്പം അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മളെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എനിവേ, ഈ ക്ലാരിറ്റി കോഡിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജസ്റ്റ് നിങ്ങളെ പിക്ചർ മാത്രം ഇവിടെ കണ്ടാൽ പോരാ, നിങ്ങൾ ഫിസിക്കലി ആൻഡ് എനർജറ്റിക്കലി ആക്റ്റീവ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം. ബോഡി മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങളെ മൈൻഡ് ഫുൾ ഓക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവണം. റെഡി? ഓക്കെ, യെസ്. വീഡിയോ മോഡൽ വരാത്തവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റായിട്ട് ഇരിക്കുക. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാലാണ് ഇവിടെ നിങ്ങൾ എന്താ ഇവിടുന്ന് കൊടുക്കുന്ന സാധനം നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ചായ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു തരാം, നല്ല മഴയാണ്, ഈ ഒരു സമയത്ത് നല്ല കട്ടൻ ചായ നിങ്ങൾക്ക് ഞാനൊരു കപ്പിൽ ഒഴിച്ചു തരാണ്. ഞാനിങ്ങനെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചായ തരുന്നുണ്ട്. ബട്ട് നിങ്ങൾ നിങ്ങളെ കപ്പിനെ ഒന്ന് തുറക്കാതെ അല്ലെങ്കിൽ അത് അടച്ചു വെച്ചിട്ടോ കമഴ്ത്തി വെച്ചിട്ടോ ആണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ തരുന്ന ചായ നിങ്ങൾക്ക് കിട്ടോ? ഇല്ല. അപ്പൊ ആ ചായ നിങ്ങൾക്ക് സ്വീകരിക്കാൻ, അടിപൊളി ടേസ്റ്റ് ആയിട്ട് തരുന്ന ചായ നിങ്ങൾക്ക് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ കപ്പിനെ തുറന്നു വെച്ചാൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ പല പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ടാവും, ട്രെയിനിങ് മേഖലയിലുള്ളവരുണ്ടാവാം, മറ്റ് ബിസിനസ്സിലൂടെ കടന്നു പോകുന്നവരുണ്ടാവാം, പല ഫീൽഡിലുള്ള ആളുകളുണ്ടാവാം. എന്തോ ആയിക്കോട്ടെ, നമ്മൾ എത്ര പഠിച്ചവരായിക്കോട്ടെ, എന്തോ ലെവലുള്ളവരായിക്കോട്ടെ, ബട്ട് ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒന്നുമല്ല, ജസ്റ്റ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനായിട്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലാണ്, ചിലപ്പോൾ എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ ചിലപ്പോൾ പേടിയുണ്ടാവും, അല്ലെങ്കിൽ വേറൊരാളോട് സംസാരിക്കാൻ പേടിയുണ്ടാവും. ബട്ട് എനിക്കൊരു മനുഷ്യനോട് സംസാരിക്കാൻ എന്തില്ല, ഫിയറിന്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കുറേ സാധനം എൻ്റെ കയ്യിലുണ്ട്, എനിക്കൊക്കെ കിട്ടിയതാണ്, എനിക്ക് കിട്ടാനില്ല എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നൊന്നും കിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊരു ഹ്യൂമൻ ആയിട്ടിരിക്കുക, എംപ്റ്റി ആയിട്ടിരിക്കുക. നിങ്ങളുള്ളിലേക്ക് ഇവിടെ നിന്ന് കൊടുക്കുന്നത് സ്വീകരിക്കാൻ തക്കതായ രീതിയിൽ മൈൻഡിനെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? എന്നാൽ ജസ്റ്റ് ഒന്നൊരു ബ്രീത്ത് എടുത്തേ. ടേക്ക് എ ഡീപ് ബ്രീത്ത്. നന്നായിട്ടൊന്ന് ഡീപ് ബ്രീത്ത് എടുത്ത് ഒന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ബോഡി ഒന്ന് എനർജറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊരു എനർജി ബൂസ്റ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ ഒന്ന് കടന്നു പോവാം. സിമ്പിൾ മെത്തേഡ്. നമ്മൾ നന്നായിട്ടൊന്ന് കൈയടിച്ചേ, നല്ലൊരു കൈയടിച്ച് സ്ട്രോങ് ആയിട്ട് വാട്സിൽ. ഓക്കെ, കൈ ഇങ്ങനെ കൊട്ടുന്ന സമയത്ത് രണ്ട് കൈയും ഒന്ന് അടിച്ചപ്പോഴാണ് ശബ്ദം ഉണ്ടായത്. ശബ്ദം ഉണ്ടാവാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും? ശബ്ദമില്ലാത്ത രൂപത്തിൽ എങ്ങനെ ക്ലാപ്പ് ചെയ്യാം? എങ്ങനെയാണോ ഇങ്ങനെ ചെയ്ത ക്ലാപ്പ് ആവും? എങ്ങനെ ചെയ്യാം? യെസ് അല്ലേ? ഇത് ഞാനിങ്ങനെ അടിക്കാൻ കൊണ്ടുണ്ട്, ബട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല, അടിയൊക്കെ കിട്ടുന്നില്ല. ആ രൂപത്തിലേക്ക് നമ്മളിങ്ങനെ പവർഫുൾ ആയിട്ട് ഇതിനൊന്നും ഇങ്ങനെ കൊണ്ടുവന്നേ. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. യെസ്, വളരെ ഫാസ്റ്റ് ആയിട്ട്. ഈ ഒരു ടൈപ്പിലാണ് നംസിറ ഈ ടൈപ്പ് ഓഫ് മൂവിങ് കൊണ്ടുവരാം. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു മൂവിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരു എനർജി, ഒന്ന് ബോഡിയുടെ അനക്കം ഉണ്ടായി അല്ലെ? ഒരു അനക്കം നമുക്ക് കിട്ടി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളിങ്ങനെ വെറുതെ ചടഞ്ഞ കുത്തി ഇരിക്കുന്നതിന് പകരം ഒന്ന് ആക്റ്റീവായിട്ട് ബോഡിനെ ഒന്ന് എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും അല്ലേ? സോ ഇനി നമ്മളിവിടെ ബോഡി എനർജൈസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമ്മളെ മൈൻഡിനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ അലൈൻ ചെയ്യുന്നതിന്, ഈ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ മൈൻഡിനെ അലൈൻ ചെയ്യാന്നുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതൊരു ഫ്ലോർ നമ്മൾ അതിലേക്ക് എന്ത് കൊടുക്കുന്ന സമയത്തും ആദ്യം ഗ്രൗണ്ട് ലെവൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മളെ മുന്നിലുണ്ട്.
വെറുതെ ഒരു ഭാഗത്തേക്ക് കുറച്ച് വിത്ത് എവിടെയും കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുള പൊട്ടൂല, അത് ക്ലിയർ ആവില്ല, നല്ല രീതിയിലുള്ള ഫലഭൂഷ്ടമായ രീതിയിൽ ആ തയ്യ് വളർന്ന് വലുതാവില്ല. അപ്പൊ തയ്യ് സ്ട്രോങ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ആ വിത്ത് നന്നായിട്ട് മുളച്ച് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മളെ മുന്നിലുണ്ട്. സോ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. ഇറ്റ്സ് എ റെക്കോർഡഡ് മെഡിറ്റേഷൻ. നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങളുടെ ബോഡി ഓക്കെ ആയിട്ടിരിക്കുക, വളരെ കംഫേർട്ടായിട്ടിരിക്കുക. യുവർ സെൽഫ് ഇസ് യുവർ ടെമ്പിൾ. സോ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങളെ സെൽഫിലേക്ക് ഇരിക്കുക എന്നതാണ്. മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ജസ്റ്റ് എന്താന്ന് പറയാം, മെഡിറ്റേഷൻ ഇസ് എ പ്രോസസ് അലൈൻ യുവർ സെൽഫ്. ഇതൊരു ധ്യാനമാണ്. പുറത്തുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ആരാണ് ഗൈഡൻസ് തരുന്നത് അവരുടെ വോയിസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക എന്നതാണ്. മെഡിറ്റേഷൻ ഇരിക്കാൻ സർട്ടൻ പൊസിഷൻസ് ഉണ്ട്. റിലാക്സ് ആയിട്ടിരിക്കുക എന്നതാണ്. നട്ടെല്ല് നിവർത്തി, തല ഉയർത്തി, കാല് തറയിൽ പതിപ്പിച്ച്, കൈകൾ രണ്ടും ഓപ്പൺ ആക്കി വെച്ച് വളരെ കംഫർട്ടായിട്ടിരിക്കാം. ചാരിയിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചാരിയിരിക്കാം. നിങ്ങളുടെ ബോഡി ഓക്കെ ആണ്, കംഫർട്ടാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ സജഷൻസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അല്പസമയം ഇരിക്കാം. ഓക്കെ, ആൻഡ് ക്ലോസ് യുവർ ഐസ്. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. Take a deep breath in and breathe out. Once again, take a deep breath in and breathe out. നിങ്ങളുടേതായ താളത്തിൽ അല്പസമയം ശ്വാസം ഉള്ളിലോട്ടെടുത്ത് റിലീസ് ചെയ്തുകൊണ്ടിരിക്കാം. ഓരോ സമയം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിലെ ഒരു പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടക്കുന്നതായി ഫീൽ ചെയ്യാം. ശ്വാസം പതിയെ റിലീസ് ചെയ്യുമ്പോൾ ശരീരത്തിലോ മനസ്സിലോ എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പതിയെ ശ്വാസത്തിലൂടെ പുറത്തു പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആഴത്തിലുള്ള ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കാൻ നിങ്ങളുടെ മനസ്സിപ്പോൾ തയ്യാറാണ്. നമ്മുടെ കോൺഷ്യസിൽ നിന്ന് ഒരു ഉയർന്ന കോൺഷ്യസിലേക്ക് മനസ്സ് പൂർണ്ണമായും, അവബോധ മനസ്സ് നെക്സ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ റെഡിയായിരിക്കുന്നു. പതിയെ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. ഭംഗിയുള്ള ഒരു സിനാരിയോ മനസ്സിൽ കാണാം. പൂക്കളുള്ള പൂന്തോട്ടമാകാം, ഗാലക്സി ആകാം, സോളാർ സിസ്റ്റം ആകാം. നിങ്ങളുടെ മനസ്സിലേക്ക് നാച്ചുറലി വരുന്ന ഒരു പ്ലേസ് ഇപ്പോൾ കാണാം. അവിടെ നിങ്ങൾ കാണാൻ പോകുന്ന വേർഷൻ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫാണ്. അഥവാ നിങ്ങളുടെ ഉന്നതമായ അവസ്ഥയിലിരിക്കുന്ന സ്വയത്തെ നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ കാണാം. ഇപ്പോൾ നിങ്ങളുടെ ആ സെൽഫിലേക്ക് നിങ്ങൾ പതിയെ നീങ്ങുന്നതായിട്ട് കാണുക. ജസ്റ്റ് ബൈ വാക്കിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. വളരെ ആശ്ചര്യത്തോടെ, ഒരു കുട്ടിയുടെ മനോഭാവത്തോടെ, with lots of curiosity, move towards your real self. നിങ്ങളുടെ ഉന്നതമായ സ്വയത്തിലേക്ക് നടന്നു നീങ്ങുക. അവസാനമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതിന് മുന്നേ ഒന്ന് റിമൈൻഡ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ റീകോൾ ചെയ്യാം. എടുത്തെടുത്ത് നന്ദി പറയേണ്ട പ്രധാനപ്പെട്ട ജീവിതത്തിലെ കാര്യങ്ങൾ. മക്കളാകാം, പാരൻസ് ആവാം, നിങ്ങൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങളാകാം. എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് നാച്ചുറലി ഇപ്പോൾ വരുന്നത് അവയൊക്കെ ഇപ്പോൾ മനസ്സിൽ കണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം.
കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുന്നെയായി എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ? നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം എന്താണ്? ഒരു ഉന്നതമായ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിനും വേണ്ടി, നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയിലേക്ക് വേണ്ടി ഉന്നതമായ ഒരു ഉദ്ദേശത്തോടെ സ്റ്റാർട്ട് ചെയ്യാം. എന്തിന് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നു? എന്ത് മാറ്റമാണ് നിങ്ങളുടെ ആന്തരിക ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? What are you expect is a shift in your inner consciousness. അല്പസമയം തരാം നിങ്ങളുടേതായ രീതിയിൽ ഏറ്റവും ബെസ്റ്റായ ഒരു ഇൻറ്റൻഷൻ ഈ പോയിന്റിൽ മനസ്സിൽ സെറ്റ് ചെയ്യാം. നിങ്ങളല്ലാതാക്കുന്ന, നിങ്ങളെ താഴോട്ടേക്ക് ചിന്തിപ്പിക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ഇമാജസിനെയും ഭാരങ്ങളെയും നിങ്ങളുടെ തോട്ടിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളുടെ ഊർജതലത്തിൽ നിന്ന് ജസ്റ്റ് ഡ്രോപ്പ് എവറിത്തിങ് ദാറ്റ് വാസ് ഇൻ യുവർ ഡൗൺ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഹയർ കോൺഷ്യസിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഒരു പ്രകാശവലയം നിങ്ങൾക്ക് ചുറ്റും കണക്ട് ചെയ്യുന്നതായി ഫീൽ ചെയ്ത് ഒരല്പസമയം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇട്ട് കൊടുക്കുന്നത് പോലെ ലൈറ്റ് ഇൻ്റഗ്രേഷന് വേണ്ടി നിങ്ങളുടെ സെൽഫിനെ നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് ഫോക്കസ് ചെയ്യാം. പ്രകാശവലയം നിങ്ങളുടെ ചുറ്റിനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഇൻ്റഗ്രേഷൻ നിങ്ങളിലേക്ക്, ആ ഒരു ലൈറ്റ് ഒരു വലയം തീർത്ത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നിങ്ങൾക്ക് ചുറ്റിനും നടക്കുന്നതായിട്ട് ഫോക്കസ് ചെയ്യാം. Now you can slowly move on to come back. പതിയെ തിരിച്ചു വരാം. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. Take a deep breath in. Slowly breathe out. Once more, take a deep breath in. Slowly breathe out. പൂർണ്ണമായ ഒരു പുഞ്ചിരിയോടുകൂടെ, ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടെ പതിയെ കണ്ണുകൾ തുറക്കാം. രണ്ട് കൈകളും നന്നായിട്ട് കൊട്ടിത്തിരിഞ്ഞ് മുഖത്ത് വെച്ച് ആ ഒരു ഫീലിംഗ് ഒന്ന് എക്സ്പ്രസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. Yes, thank you dears. Thank you so much. എന്താണ് മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫീലിംഗ് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ആ ഒരു ജേർണി നിങ്ങൾ ആസ്വദിച്ചോ? ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, മൈക്ക് ഓൺ ചെയ്യാം. യെസ്, എന്താ മാം? താങ്ക് യു, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ആക്റ്റീവായിട്ട് വന്നേ. ഒരു ഓൺലൈൻ സെഷന്റെ പവർ എന്ന് പറയുന്നത് ഒന്നുകിൽ ചാറ്റ് ബോക്സ്, അല്ലെങ്കിൽ ഇമോജീസ്, അതല്ലെങ്കിൽ മൈക്ക്. ഇത് മൂന്നിലും നിങ്ങൾ ആക്റ്റീവ് ആയാലാണ് അത് പവർഫുൾ ആവുള്ളൂ.
അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ റേഡിയോയിൽ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ രസമൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള മാക്സിമം എനർജറ്റിക് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ടാവുക. എന്താണ് ഇപ്പൊ കുറച്ച് സമയം നിങ്ങൾ ആ ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് നിങ്ങളിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? എപ്പോഴും നമ്മൾ തിരക്കിലൂടെ ഓടുകയാണ്. നമ്മളുടെ ബ്രീത്ത് പോലും, നമ്മുടെ ശ്വാസം പോലും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് നമുക്ക് ഒഴിവില്ല, പണിയെടുക്കണ്ടേ അല്ലേ? പണികളിലൂടെ നമ്മൾ ഓടി തിരക്ക് പിടിച്ച് ഇങ്ങനെ ഓടുന്നതിൻ്റെ അടുക്ക് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സമയം കൊടുക്കാറില്ല. നമ്മളുടെ ചലനങ്ങളെ, നമ്മുടെ മൂവിങ്സിനെ, നമ്മുടെ ബ്രീത്തിനെ, ആ ഹൃദയമിടിപ്പിനെ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. എപ്പോഴെങ്കിലും ഒരു കാലത്ത് വയ്യാതെ കിടക്കുന്ന സമയത്തായിരിക്കും പഠിച്ചോനെ എൻ്റെ ആരോഗ്യത്തിനെ ഞാൻ നോക്കാത്തതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, കുറച്ച് നേരത്തെ എനിക്ക് മര്യാദക്ക് ചെയ്താൽ മതിയായിരുന്നു എന്നൊരു തോട്ട് വരുന്നത് എപ്പോഴായിരിക്കും? എന്തെങ്കിലുമൊക്കെ വന്ന് അവിടെ കിടക്കുന്ന സമയത്തായിരിക്കും. അതുവരെ നമുക്കതിന് സമയം ഉണ്ടാവില്ല. ബിക്കോസ് നമുക്ക് തിരക്കാണ്. അങ്ങനെ തിരക്ക് പിടിച്ച നേരത്തിനിടയിൽ കുറച്ച് സമയം ഇവിടെ വന്നിരുന്ന് കുറച്ച് സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തിരുന്നപ്പോൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ജസ്റ്റ് ഷെയർ. യെസ്, പറഞ്ഞോളൂ. ആർക്കൊന്നും പറയല്ലേ? പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായില്ല? പറഞ്ഞോളൂ. കുറച്ച് സമയത്തേക്ക് ആണെങ്കിലും നമുക്കൊരു നമ്മളതായിട്ടുള്ള ഒരു ലോകത്തേക്ക് ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് കുട്ടികളുടെ കാര്യങ്ങള്, ഹസ്ബൻഡിന്റെ കാര്യം, ഫാമിലി, ഈ ഒരു ടെൻഷന് നമ്മള് പൊതുവെ സ്ത്രീകൾ അല്ലെങ്കിൽ ജെൻസിനായിക്കോട്ടെ അവരുടെ ബിസിനസ് ആ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ഫോക്കസ്. എപ്പോഴും ഒരു മനസ്സിനൊരു ഒഴിഞ്ഞു കിട്ടിയൊരു സമയം ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഒരു 5 മിനിറ്റ് നേരത്തേക്കാണെന്നുണ്ടെങ്കിലും മനസ്സ് ഭയങ്കര ഒരു ആശ്വാസത്തിന്റെ ഒരു ആ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും? ഈ മാം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. കുറെ നേരത്തേക്ക് മനസ്സൊക്കെ ഒന്ന് കുളിർന്നു പോയ ഒരു ഫീലായിരുന്നു, ഒരു തണുപ്പ് ഫീൽ ചെയ്തു. താങ്ക് യു ഷീമ. എനിവൺ? ഈ ക്യാമറക്ക് പുറകിലിരിക്കുന്നവരൊക്കെ ഒന്ന് രംഗത്തേക്ക് വന്നാൽ നന്നായിരുന്നു. മേ ബി ഈ ക്യാമറ ഓൺ ചെയ്യാത്തതിന്റെ പ്രശ്നം ഒരു പക്ഷേ നമുക്ക് നമ്മളെ മറ്റുള്ളവർ കാണുമോ, അല്ലെങ്കിൽ അവരൊക്കെ എന്താ എന്നെ കണ്ടാ വിചാരിക്കുക, എന്നെ കാണാൻ കൊള്ളൂലേ, അങ്ങനെയൊക്കെയുള്ള തോട്ടുകളൊക്കെ ഇതിന്റെ പുറകിലുണ്ടാവാം. ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ഡൗൺ ആയിക്കൊണ്ടേയിരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. നമുക്ക് നമ്മളെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അത്രയും നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് ചുറ്റിനും നിന്നും ആ ഒരു എനർജി, ആ ഒരു പവറും ആ ഒരു ഹാപ്പിനെസ്സും നമ്മളുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ. എല്ലാത്തിൻ്റെയും കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? ആണോ? അല്ലേ? നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിന്റെ കാരണക്കാരൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ലൈഫ് ഇപ്പൊ അനുഭവിക്കുന്നതിന്റെ യഥാർത്ഥ കാരണക്കാരൻ നിങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ പറയും എൻ്റെ അമ്മായിമ്മയാണ് പ്രശ്നം, എന്നെ ഈ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടതാണ് പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇതായതാണ് പ്രശ്നം, എൻ്റെ ഫാമിലി ഇതായതാണ് പ്രശ്നം, എൻ്റെ ചുറ്റുപാട് ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്. എല്ലാത്തിനും കംപ്ലൈൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണ് ഇതിന്റെ കാരണക്കാരൻ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ചിന്ത വന്നിട്ടുണ്ടോ? ആ ഒരു റിയലൈസേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമ്മളാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന തിരിച്ചറിവ് വരുന്ന സമയത്ത് നിന്നാണ് നമ്മൾ പണി നമ്മളിൽ തുടങ്ങാം. എല്ലാവരും നന്നാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പക്ഷെ ഒരൊറ്റൊരാളെ നന്നാക്കാൻ വെരി ഈസി. നമ്മളെ നന്നാക്കാൻ നമുക്ക് പറ്റും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടും, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ സൊസൈറ്റിയിൽ കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് കൊണ്ടുവരാനും ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാനും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഫസ്റ്റ് പണിയെടുക്കേണ്ടത് നമ്മളെ ഉള്ളിലാണ്, നമ്മളെ ഉള്ളിലാണ്, നമ്മളെ ഉള്ളിലാണ്. ഈ ഒരു തോട്ട് മാത്രം കൊണ്ടുവന്നാൽ മതി. എന്തോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അവൻ കാരനാണ്, അവള് കാരണമാണ് എനിക്ക് ഇത് ഉണ്ടായത് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ എന്താണ് ഇവിടെ, എൻ്റെ അടുത്ത് എന്ത് മിസ്റ്റേക്കാണ് വന്നെന്നുള്ളൊരു തോട്ട്, ആ ഒരു തോട്ടിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഉറപ്പായിട്ട് മനസ്സിലാക്കിയെടുക്കാം, നമുക്ക് ആ പണി എടുക്കാനുണ്ട്. അത് 2 കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മളെ ഭാഗത്ത് നിന്ന് ആ ഒരു സംഗതി ചെല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ സൈലന്റ് ആണെങ്കിൽ, നമ്മൾ അങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നെങ്കിൽ, നീ ബിഹേവ് ഇല്ല, നിങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളോട് ആക്ഷൻ എടുക്കുന്നില്ല, ബട്ട് നിങ്ങളെ ചിന്ത, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെ ചിന്തിക്കുന്ന സാധനം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല.
നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, അവർക്കൊന്നും എന്നെ ഒട്ടും ഇഷ്ടമില്ല, ഞാൻ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ആരും എന്നെ നോക്കുന്നില്ല, ഈ ഒരു തോട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ആരും പരിഗണിക്കില്ല, ആരും നോക്കില്ല. നമ്മൾ വെറുതെ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ചിന്ത പോകേണ്ടത് എങ്ങോട്ടാണ്? നമ്മളെ ഉള്ളിലേക്കാണ്. നമ്മുടെ ഉള്ളിലേക്ക് ആ തോട്ട് പോയി കഴിഞ്ഞ് എവിടെയാണ് എൻ്റെ പ്രശ്നം, എവിടെ നിന്നാണ് ഞാൻ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് മസ്റ്റായിട്ട് മാറ്റം നമ്മളെ ചുറ്റുഭാഗത്തും കൊണ്ടുവരാൻ വേണ്ടി പറ്റാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് വേണ്ടേ? നാളത്തെ ഒരു ദിവസം നിങ്ങളെ മുന്നിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ, ഇന്നിപ്പോ മോർണിംഗിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ തൊട്ട് പണി അങ്ങ് തുടങ്ങും, വൈകുന്നേരം വരെ പണിയാണ്, വൈകുന്നേരം വരെ എനിക്ക് പണിയാണ്, അത് തീരലില്ല, പണിയെടുത്ത് മടുത്തു. ഇങ്ങനെ പണിയെടുത്ത് മടുക്കുന്നത് എന്തുകൊണ്ടാ? പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം നമ്മളെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാ. ആ ലക്ഷ്യം നമ്മളെ മുന്നിലുണ്ടെങ്കിൽ ആ വർക്കിന് നമുക്ക് എൻജോയ് ചെയ്ത് ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും. വീട്ടുജോലി മാത്രമാണോ ഒരു പെണ്ണിന്റെ പണി? അടുക്കളയിലെ പണിയെടുത്തിട്ട് ചൂലെടുത്ത് അടിച്ചു വാരി തുടക്കലും ഇത് ദിവസം ചെയ്തുകൊണ്ട് ഇതന്നെയാണോ എന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പടച്ചോൻ നിങ്ങളിൽ നിശ്ചയിച്ച ആ ലക്ഷ്യത്തേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. വാട്ട് ഈസ് യുവർ പർപ്പസ്? എന്താണ് നിങ്ങളെ ലക്ഷ്യം? എന്തിനാണ് ഇന്നെ ഇങ്ങോട്ട് പഠിച്ചിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വാട്ട് ഈസ് യുവർ പർപ്പസ്? എന്തിനാ ഞാൻ ജീവിക്കണേ? ഒന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിനോട്, എന്തിനാ ഞാൻ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ആ ആൻസർ എന്താണെങ്കിലും നിങ്ങളുടെ മുന്നിലുള്ള ബുക്കിലൊന്ന് എഴുതി വെക്കുക. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ആ ആൻസർ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ ഈ സെഷൻ വെച്ചിട്ടുള്ളത്. ബിക്കോസ് നിങ്ങളെ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാക്കിയെടുക്കുക, ആ ലൈഫ് കളർഫുൾ ആക്കിയിട്ട് നിങ്ങളെ സൃഷ്ടാവ് നിങ്ങളിൽ നിശ്ചയിച്ച ആ ലക്ഷ്യത്തിലേക്ക് ഒരു സപ്പോർട്ട് തന്നുകൊണ്ട് നിങ്ങളെ ജേണീനെ സ്മൂത്ത് ആക്കി എടുക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ചത് ഫ്രീ സെഷനാണ്, എന്തിനാ ഇപ്പൊ ഈ വെറുതെ ഇങ്ങനെ സെഷൻ തന്നു? ഞങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയതാ. നിങ്ങളെ നന്നാക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും ഇറ്റ്സ് എ സെയിൽസ്, ഇറ്റ്സ് എ മാർക്കറ്റിംഗ്. നമുക്ക് മുന്നോട്ടേക്കുള്ള സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്കുള്ള ഒരു വഴി ഇവിടെയുണ്ട്. നിങ്ങളുടെ ഉള്ളില് എന്താണ് ആ ട്രഷർ ഹൗസ് വിത്തിൻ യു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലാണ് ആ നിധി ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. ആ നിധി തുറക്കാനുള്ള താക്കോല് അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ കീ ഇങ്ങക്ക് തന്നിട്ട് ആ ഡോർ അങ്ങ് തുറന്നിട്ട് ആ ചെപ്പിന്റെ ഉള്ളിൽ കിടക്കുന്ന മണി, ആ ഒരു മണിമുത്ത് അല്ലെങ്കിൽ പവിഴം, ആ നിധി അത് എടുത്തു തരാനുള്ള പവർ അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾക്കുണ്ട്. അത് എടുത്തു തരാൻ വേണ്ടിയിട്ടും ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് തരുന്നതിനുള്ള ഒരു വഴിയാണ് നമ്മളെ മുന്നിൽ നെക്സ്റ്റ് ലെവലായിട്ട് ക്ലാരിറ്റി കോഡ് എന്നുള്ള ജേർണി മുന്നോട്ട് പോകുന്നത്. ഇറ്റ്സ് ഓൺലി ഫ്രീ സെഷൻ അല്ല, ഇറ്റ്സ് നോട്ട് എ ഫ്രീ സെഷൻ. ഇത് എൻറ്റയർലി വർത്ത് ആയിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ് നിങ്ങളെ മുന്നിലേക്ക് തുറന്നു തരുന്നത്. അത് ഒരു ദിവസത്തെ, 2 ദിവസത്തെ, 3 ദിവസത്തെ പരിപാടിയല്ല, മാസങ്ങൾ നീണ്ടു കിടക്കുന്ന ആ ജേർണിയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ ലക്ഷ്യം എന്നുള്ളത് അവസാനത്തേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഈ ഒരു ജേർണി നിങ്ങളെ മുന്നിലേക്ക് തുറന്നു തരുന്നതിനുള്ള ഒരു എൻട്രിയാണ്. ഇങ്ങനൊരു അവസരമുണ്ട്. നിങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. ബിക്കോസ് ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രീമിയം മെന്റീസ് ആയിട്ടിരിക്കുന്ന നോട്ട് ഓൺലി മെന്റീസ്, പ്രീമിയം മെന്റീസ്, ബിക്കോസ് അവർ കൊടുക്കുന്നത് അത്രമാത്രം വേർത്തി ആയിട്ടുള്ള ക്യാഷ് ആണെങ്കിലും എല്ലാം അത് കൊടുത്തിട്ടാണ് അവർ ആ പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും. അതിലേക്കുള്ള ജേർണി അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ ആ സ്ട്രഗിളിനെ ക്ലിയർ ചെയ്ത് അതിലെന്നെ പഠിച്ചോന്നെ എനിക്ക് ഇങ്ങനെ ഉണ്ടായത് എന്താ, എന്റെ കുടുംബം അങ്ങനെ ആയതുകൊണ്ടാണല്ലോ, എനിക്ക് നീ ഇങ്ങനെ തന്നല്ലോ, ഇത് എന്റെ വിധിയാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അതിൽ കുത്തിയിരുന്ന് മുരടിച്ചു പോകുന്നതിന് പകരം അതിൽ നിന്നൊരു ഉണർത്തെഴുന്നേൽപ്പ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ വഴി തേടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾക്കറിയാം ഇത് മാറ്റാൻ പറ്റുന്ന കാര്യമാണെന്നുള്ളത്. ഇതിലൊരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതല്ല. ഇതെന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കേണ്ടതല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങളെ മുന്നിൽ കിടക്കുന്ന, നമ്മുടെ മുന്നിലുള്ള ഒരുപാട് സ്ത്രീകളും ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. ആദ്യം ഇത് ജനറലായിട്ട് ഫിക്സ് ചെയ്തെങ്കിലും എന്തുകൊണ്ട് ജെൻസിനെ മാറ്റി നിർത്തിയിട്ട് ഇത് ലേഡീസിലേക്ക് കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്ലൈഗ കമ്മ്യൂണിറ്റിയിൽ ഇത് നമ്മൾ അനൗൺസ് ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഇന്ന് ജനറൽ ഓഡിയൻസിന് ഇത് കൊടുത്തത്. ഇത് നാളത്തേക്ക് ജനറൽ ഓഡിയൻസിന് ഉണ്ടാവില്ല, ഓൺലി ഫോർ ലേഡീസ്. ബിക്കോസ് വീടിന്റെ ഉള്ളിൽ കിടന്നിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്.
അവർക്കത് തുറന്നു പറയാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, പറഞ്ഞാലും ആരും കേൾക്കുന്നുണ്ടാവില്ല. അതിൽ കിടക്കുന്ന ആളുകൾക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സമാധാനം സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ പറ്റും? വീടിനെയും കുടുംബത്തെയും സമൂഹത്തെയും മക്കളെയും ഭർത്താവിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് എങ്ങനെ ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനുള്ള ആ ഒരു എൻട്രി നിങ്ങളെ മുന്നിൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാരിറ്റി കോഡിന്റെ ഫ്രീ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. എൻറ്റയർലി വർത്ത് ആണ്. നിങ്ങളെ ലൈഫ് മാറ്റുക എന്ന് പറഞ്ഞാൽ വെറും ഒരു എന്താ പറയാ ഒരു ഫ്രീ സെഷനോ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു 1000 കൊടുത്തോ 2000 കൊടുത്തോ, അതല്ല. ലക്ഷങ്ങൾ കൊടുത്താൽ പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ലൈഫിൽ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഭാരം പേറി നടക്കുകയാണ്. ഈ അടുത്ത് എൻ്റെ ഒരു ക്ലയന്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ആൾക്കാരെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല, വല്ലാത്തൊരു ഭയമാണ്, കടയിൽ പോയിട്ട് എനിക്കൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് ഭയമാണ്. ബിക്കോസ് അവര് പേര് നടക്കുന്ന പ്രയാസം, വർഷങ്ങളായിട്ട് അവര് സ്ട്രഗിൾ ചെയ്ത് എന്താണ് അവരുടെ ചുറ്റുപാടിൽ നിന്നുള്ളതല്ല, ബിക്കോസ് അവരുടെ കുഞ്ഞുനാള് തൊട്ടേ കയറി കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്നും അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിന്റെ ഭവിഷ്യത്താണ് ഇന്ന് അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും നമ്മളെ കാരണം കൊണ്ടല്ല, നമ്മളല്ല അതിന്റെ കാരണക്കാര്. നമ്മളെ പഴമയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ ജനനം മുതല് നമ്മളെ വയറ്റിലുണ്ടായി തുടങ്ങുന്ന സമയം തൊട്ടേ, ജനിച്ചിട്ടുമല്ല അതിന്റെ മുന്നേ എന്ന് നമ്മൾ ഉണ്ടാവണമെന്ന ഡിസിഷൻ എടുത്തോ നമ്മളെ പാരന്റ്സ്, അവിടുന്ന് തൊട്ടേ നമ്മൾ ഉള്ളിലേക്ക് ഇത് ഓരോന്നും കേട്ടിട്ടും അനുഭവിച്ചിട്ടും അവരുടെ ഫീലിങ്സ് അവരുടെ ഇമോഷൻസ് ഒക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അന്ന് നമ്മളെ ഉമ്മ നന്നായിട്ട് കരഞ്ഞിരുന്നോ, നമ്മളെ ഉമ്മയെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നോ, തിരിച്ചങ്ങോട്ടും ഉണ്ടായിരുന്നോ, വഴക്ക് കൂടിയിരുന്നോ, ഫോൺ കോൾ ചെയ്ത് ഫോണിൽ റഷായിട്ട് സംസാരിച്ചിരുന്നോ, ഇതൊക്കെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ഓരോ പേടിയും പ്രശ്നങ്ങളും എല്ലാം. ഇന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ സ്റ്റെക്കായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ? മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നില്ലേ? 4 ആള് കൂടുന്നിടത്ത് നിങ്ങൾ ഷിവർ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇത് കിടക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടോ, നിങ്ങൾ ഈ വീട്ടിലെത്തപ്പെട്ടുന്നതോ അല്ല. അത് തുടങ്ങിയത് നിങ്ങൾ എന്ന ആ ഒരു ജന്മം എപ്പ ഉണ്ടാവണമെന്ന് തീരുമാനം എടുത്തോ അവിടുന്ന് വന്ന് തുടങ്ങിയതാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റുന്നതാ. തീർച്ചയായിട്ടും ആ ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാം. അതിന്റെ ആ വയറിനെ ഒരു കണക്ഷൻ അതിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഒരു നമ്മൾ കുറെ വയറുകൾ മാറ്റി കളയുന്നതിന് പകരം ഒരൊറ്റ മെയിൻ സ്വിച്ചിൽ പണിയെടുത്തു കഴിഞ്ഞാൽ ടോട്ടലി അവിടെ പവർ ഓൺ ആയിരിക്കും. ആ രീതിയിലേക്കുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ജേർണി കൊണ്ടുവരുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ ആൻഡ് അമേസിങ് 100% വർത്ത് ആയിട്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണിത്. ഇതൊരിക്കലും ലക്ഷങ്ങൾ കൊടുത്താൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പറ്റാത്ത അത്രയും വർത്തായിരിക്കും. ബിക്കോസ് നമുക്ക് ഒരുപാട് അസുഖം വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ ഹാർട്ട് അടിച്ചുപോയി അല്ലെ, ബ്ലോക്ക് വന്നു, അത് വന്നു, ഇത് വന്നു, ലക്ഷങ്ങൾ കൊടുക്കും നമ്മൾ. അതിനു മുന്നേ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ എന്താ, ഇത് വന്നിട്ട് കുറേ പൈസ കൊണ്ടുകൊടുത്ത് പിന്നെ എണീക്കാൻ പോലും വയ്ക്കില്ല അല്ലെ, എന്തായിരിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ ജീവിതം നരകിച്ച് കളയുന്നതിന് പകരം എന്തുകൊണ്ട് അത് വരാത്ത രൂപത്തിലേക്ക് നമ്മളെ മൈൻഡിനെ കൊണ്ടുപോയിക്കൂടാ. കഴിഞ്ഞ ദിവസം ഞാനൊരു സെഷനിൽ പോയ സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്നത് ഒരു ഗൈനക്കോളജി ഡോക്ടറായിരുന്നു. ഗൈനക്കോളജി ഡോക്ടർ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചു വന്ന സമയത്ത് ആ ഡോക്ടർ അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഗൈനക്കോളജി ഡോക്ടറായിട്ട് മോഡേൺ മെഡിസിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ബട്ട് ഞാൻ അതിൽ നിന്ന് മാറാൻ ചിന്തിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിനിൽ ഒരു കാരണവശാലും എന്തില്ല, രോഗിയുടെ മനസ്സറിയുന്നില്ല. മരുന്ന് എഴുതുന്നുണ്ട്, അസുഖത്തിന് മരുന്ന് എഴുതുന്നുണ്ട്, മനസ്സറിഞ്ഞിട്ടല്ല എഴുതുന്നത്. ആ മനസ്സിനൊരു സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ അറിഞ്ഞ് അവിടെ സംസാരം വരുന്ന സമയത്താണ് ആ രോഗം മാറുക. അങ്ങനത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും.
എനിക്കൊരു ചെറിയൊരു വയറുവേദന വന്ന സമയത്ത് കുറച്ച് മുന്നേ ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടർ എന്റെ മുഖത്ത് പോലും നോക്കിയില്ല, ഇങ്ങനെ നിരുന്നത് ഒറ്റ എഴുത്ത്, എന്താ അസുഖം എന്ന് പോലും വ്യക്തമായിട്ട് ചോദിക്കില്ല, ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുന്നില്ല, ആള് മരുന്ന് എഴുതി, ഒരു ചാക്ക് മരുന്ന് എഴുതി ഞാൻ വീട്ടിലോടെ കൊടുന്നുവെച്ച് കുടിച്ചില്ല. ബിക്കോസ് എനിക്ക് അയാളുടെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടില്ല. അയാൾ എന്നോട് എന്താ എന്റെ അസുഖം എന്ന് പോലും വ്യക്തമായിട്ട് ചോദിക്കാതെ എനിക്ക് എഴുതിയ മരുന്ന് ഞാൻ എന്തിനു കുടിക്കുന്ന, എനിക്കൊരു ട്രസ്റ്റ് അവിടെ വന്നില്ല. അയാൾ എന്നെ കേൾക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അത് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ആ വിശ്വാസത്തിന്റെ പുറത്തെങ്കിലും, അങ്ങനെയല്ലേ, നമുക്ക് പ്രിയപ്പെട്ട ചില ഡോക്ടേഴ്സ്, പ്രിയപ്പെട്ട ചില ആളുകളുണ്ടാവും, ഒരിക്കലും ഡോക്ടേഴ്സിനെ എടുത്ത് കുറ്റം പറയല്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളെ മുന്നിൽ വരുന്നത് അതിനുള്ള ആളുകളെ കേൾക്കാൻ ആർക്കും സമയമില്ല. എല്ലാവർക്കും എല്ലാവരുടെ ബിസിനസ് എല്ലാവരും ലൈഫിലൂടെ ഓടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അധികം മൈൻഡ് പവർ ലെവല് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ കേൾക്കാൻ ആളില്ലാതെ വന്ന സമയത്താണ്. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, നമ്മളെ ഉള്ളിൽ നേറിപ്പോകുന്ന മേ ബി നമുക്ക് പറയാൻ പോലും പറ്റാത്തതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയവർക്കൊക്കെ നിങ്ങളൊരു പക്ഷെ ഇത് ആരോടും പറയണ്ട, ആരോടും പറയാതെ തന്നെ നിങ്ങളെ ഉള്ളിനെ ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള സൊല്യൂഷൻ മൈൻഡ് പവറിലുണ്ട്. ആരോടും ഷെയർ ചെയ്യണ്ട, ഒരു കൗൺസിലറുടെ മുന്നിൽ നിങ്ങൾ പറയണ്ട, നമ്മളെ മുന്നിൽ വന്നാലും നമ്മളോട് നിങ്ങൾ പറയണ്ട. പറയാതെ തന്നെ അതിനുള്ള ടൂൾസ് നിങ്ങളെ കയ്യിൽ തരും. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ക്ലിയർ ചെയ്ത് ക്ലെൻസ് ചെയ്ത് പുറത്ത് കിടക്കാനുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള മെഡിസിൻ ആണ് നിങ്ങളിലേക്ക് തരാൻ പോകുന്നത്. അത്രയും നല്ല ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് എന്തിനാ പിന്നെ നമ്മളിങ്ങനെ ഇടങ്ങാറായി കഷ്ടപ്പെട്ട് അതിൽ തന്നെ കുടുങ്ങി ജീവിച്ചു പോകുന്ന എന്തിനാ? അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ. സമാധാനമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, സന്തോഷമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നെ ആരും സ്നേഹിക്കാനില്ല, ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ ഉള്ളിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ സെൽഫ് ലവ് നിങ്ങളെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്ന് തുടങ്ങുന്നുവോ, നിങ്ങൾക്ക് സമാധാനം സന്തോഷം കൊടുക്കാൻ നിങ്ങൾ എന്ന് വില്ലിങ് ആവുന്നുവോ, അവിടെ നിന്നാണ് നിങ്ങളെ ജേണി ഹാപ്പി ആവുക. യാതൊരു സംശയമില്ല. സോ നമ്മുടെ ഉള്ളിനെ ക്ലിയർ ചെയ്ത് നമ്മളെ ഉള്ളിനെ ക്ലെൻസ് ചെയ്ത് ആ പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് മാറ്റം വരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ മുന്നിൽ ഉണ്ടായിട്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. അത് പറയാതിരുന്നാൽ അത് ഞങ്ങളുടെയും തെറ്റായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. ക്ലാരിറ്റി കോഡ് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആണ്. ഒരു പെരുന്നാൾക്ക് ചുരിദാർ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കും? ഇപ്പൊ അടുത്ത പെരുന്നാൾ വരാം, എന്തായാലും ഒരു 2500-3000 മേലെ നിങ്ങൾ എന്തായാലും കൊടുക്കുന്നുണ്ടാവും ഒരു ചുരിദാർ എടുക്കണമെന്നുണ്ടെങ്കിൽ. ആ ചുരിദാറിന്റെ പൈസ മാത്രമേ നമ്മൾ ഇത്തവണ ഇതിന് വെച്ചിട്ടുള്ളൂ. ബിക്കോസ് ഇത് ഒരുപാട് സാധാരണക്കാരികളിലേക്ക് എത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഒരു കാരണം കൊണ്ട് ഇത് ഈ രൂപക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, 100% അറിയാം. അത്രയും പവർഫുൾ ആണ്, അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സാധനം. മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ അത്രയും ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, നിങ്ങളെ ലൈഫ് ഹാപ്പി ആക്കാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം ജസ്റ്റ് ഓൺലി 2500 നിങ്ങൾക്ക് തരുന്നത് 1 month ജേണിയാണ്. 10 days ലൈവ് സെഷനും 20 days ഫോളോ അപ്പ് ഉൾപ്പെടെയുള്ള 1 month ജേണി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓൺലി 2500 ആണ്. അടുത്ത ബാച്ചിലേക്ക് വരുന്ന സമയത്ത് അത് എൻറ്റയർലി ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാതെ അത് നിങ്ങൾ അവസരമാക്കിയിട്ട് എടുക്കുക. നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങളെ കുടുംബം നിങ്ങളെ കൊണ്ട് നന്നാവുകയാണെങ്കിലോ, അല്ലെ, നിങ്ങളെ മക്കള് പലപ്പോഴും ഈ അടുത്തിന്റെ ഒരു കുട്ടികൾ പറഞ്ഞ എൻ്റെ അടുത്ത്, ഉമ്മാനെക്കെട്ട് എട്ടങ്ങാറായിട്ടുണ്ട്, നേരം വെളുത്ത മുഖത്ത് കൊടുന്നിട്ട് വെള്ളം കൊടുന്ന് ഒഴിക്കും എണീക്കാന്, പിന്നെ എപ്പം നോക്കിയോലും ചീത്തയാണ്. ഉമ്മക്ക് ദേഷ്യം വന്ന മുഴുവൻ ഞങ്ങൾ എടുത്താൽ തീർക്കുക. എന്തിനാണ് ഉമ്മ, ഒന്ന് വലുതായാൽ മതി, വലുതായിട്ട് എവിടേക്കെങ്കിലും ഒക്കെ പോയാൽ മതി. മക്കള് പറയാം, ചെറിയ മക്കളാ പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എവിടെയാണ് അപ്പൊ പണിയെടുക്കേണ്ടത്? ആ ഉമ്മയുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ തീർക്കേണ്ടത് മക്കളോടല്ല. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അവർക്ക് നമുക്ക് ഫ്രീഡം കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളെ ഉള്ളിൽ ഇതിങ്ങനെ പൊട്ടാനായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത് ആരുടെ മുന്നിട്ട് തെറിപ്പിക്കുന്നത്. സോ അത് പൊട്ടാതെ ആ മൈൻഡിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് എപ്പോൾ പറ്റുന്നുവോ അവിടെ നമ്മൾ ഹാപ്പിയാവും.
ആ ബാലൻസ് ചെയ്യാനും എന്താ കുന്നു കുലുങ്ങിയാലും കുഞ്ഞാച്ചു കുലുങ്ങൂല എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ ഒരു പഴമൊഴി പറയായിരുന്നു. അന്ന പോലെ ഈ ജേണിയിലൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചുറ്റുപാടും പലതും നടക്കും. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് അത് അത്രമാത്രം പവർഫുൾ ആയിട്ട് കയറാതെ നമുക്ക് അതിനെ ക്ലിയർ ചെയ്ത് ബാലൻസിങ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ് നിങ്ങളെ മുന്നിൽ നമ്മൾ തുറന്നു വെച്ച് തരുന്നത്. എനിവേ, നാളത്തേക്ക് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നാളത്തെ നിങ്ങളെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. എന്നാൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് റൈറ്റ് ഡൗൺ. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അതിൽ ആഡ് ഓൺ ചെയ്തിട്ട് വേണം അതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ. നോട്ട്ബുക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതാം. നാളെ എന്തൊക്കെ കാര്യം, എത്ര സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കും, എത്ര ടൈമിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കും. വൈകുന്നേരം വരെ പണിയെടുത്ത് തീർക്കുന്നതിന് പകരം ഒരു 10-11 മണിയായിട്ട് നമ്മൾ വർക്ക് തീർത്ത് കുറച്ച് സമയങ്ങൾ നമുക്ക് വേണ്ടി കൊടുക്കാൻ പറ്റൂലേ? ആ രീതിയിലേക്ക് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നിങ്ങളെ ടു ഡു ലിസ്റ്റ്, നാളത്തേക്ക് വേണ്ടിയുള്ള ലിസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുക. ജസ്റ്റ് റൈറ്റ് ഡൗൺ. കഴിഞ്ഞോ? നെക്സ്റ്റ് നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ എഴുതണം എന്നില്ല, നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവത്തിനെ നിങ്ങളുള്ളിലേക്ക് എടുക്കുക. ജസ്റ്റ് ഒരു ക്ലെൻസിങ് ആക്ടിവിറ്റിയിലൂടെ കടന്നു പോവുകയാണ്. മനസ്സിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, വളരെ റിലാക്സ് ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധ കൊടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. ശ്വാസം അറിഞ്ഞിട്ടൊന്ന് ശ്വാസം എടുക്കുക. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ബോഡി. നിങ്ങൾ ശരീരത്തിലേക്കൊന്ന് ഫോക്കസ് കൊണ്ടുവരാം. ശരീരത്തിൽ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്ത്, ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദന അല്ലെങ്കിൽ പല വേദനകൾ ഓരോ ഡോട്ടുകളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു കറുത്ത കുത്തു പോലെ, മഷി പുരണ്ടത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വലിയൊരു ഭാരമാണെങ്കിൽ വലുതായിട്ടുള്ള
ഒരു ബ്ലാക്ക് സ്പോട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നതാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങളുടെ ഉള്ളിൽ ആ വേദന, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് അതൊന്ന് ഫീൽ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് എ ബ്ലാക്ക് സ്പോട്ട്. ഈ വേദനകളെല്ലാം, ആ ബ്ലാക്ക് സ്പോട്ടെല്ലാം ഇപ്പോൾ നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഒരുമിച്ച് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യാം. അതിങ്ങനെ മൂവ് ചെയ്ത് നിങ്ങളുടെ നെഞ്ചിലേക്ക് ഒരു വലിയ റൗണ്ടായിട്ട് വരുന്നുണ്ട്. അത് അവിടെ നിന്ന് മെല്ലെ മെല്ലെ നിങ്ങളുടെ 2 കൈയിലേക്കും നിങ്ങളിങ്ങനെ സ്വീകരിക്കാം. നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ആ വലിയ ഭാരത്തെ ഒരു ബോൾ പോലെ അതിനിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് അതിനെടുക്കുക. മേ ബി അതൊരു വലിയ ബോളായിരിക്കാം. കുറച്ച് സമയം അത് കയ്യിൽ വെക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഭാരം കൊണ്ട് നിങ്ങളെ കൈ ഇങ്ങനെ വേദനിക്കുന്നുണ്ടാവാം. എത്രമാത്രമാണോ നിങ്ങളുടെ നെഗറ്റീവ്സ്, അതിനനുസരിച്ച് ആ ബോളിനെ, നിങ്ങളുടെ വേദനയെ ഒരു ബോളായിട്ട് ഫീൽ ചെയ്യാം. ബ്ലാക്ക് കളർ കൊടുക്കാം അതിന്. കറുത്ത ഉരുണ്ട ഒരു ബോൾ. ഇപ്പോൾ നിങ്ങളതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിങ്ങനെ വന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു ക്രിസ്റ്റൽ ബൗൾ വെച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം ആ ബൗളിലുണ്ട്. ഒരു പാത്രം, ക്രിസ്റ്റലായിട്ടുള്ള വളരെ തെളിഞ്ഞ ശുദ്ധമായ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രം. അതിന് തൊട്ടടുത്ത് 2 ഗോൾഡൻ ഗ്ലൗസുകൾ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ഗ്ലൗസ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ആ ബോളിനെ, നിങ്ങളുടെ കയ്യിലുള്ള ആ കറുത്ത ബോളിനെ നിങ്ങൾ ആ വെള്ളത്തിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കുക. മെല്ലെ ആ വെള്ളത്തിലേക്ക് അതങ്ങ് ഇറക്കി വെക്കുന്ന സമയത്ത് ആ വെള്ളം ഇങ്ങനെ കറുത്ത നിറമായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. എവിടെയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇനിയും ബ്ലാക്ക് സ്പോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് ഒഴുകി 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 പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. യെസ്. ഇപ്പം നിങ്ങളുടെ ഹൃദയഭാഗം, നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും ക്ലിയർ ആണ്. ആ ബ്ലാക്ക് സ്പോട്ട് എല്ലാം അവിടെ നിന്ന് മാറി വളരെ സമാധാനമായിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്യാം. നിങ്ങളുടെ മുന്നിലുള്ള ബൗൾ പൂർണ്ണമായിട്ടും ബ്ലാക്ക് കളറിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ഇനി തൊട്ടടുത്തിരിക്കുന്ന ആ ഗ്ലൗസ് എടുത്ത് 2 കയ്യിലും ഇട്ട് കൊടുക്കാം. കയ്യിലിടുന്നതായിട്ട്, ഗ്ലൗസ് കയ്യിലിടുന്നതായിട്ട് ഫീൽ ചെയ്യാം. 2 കയ്യിലും ഗ്ലൗസ് ഇട്ട് ആ ഗോൾഡൻ കളറിലുള്ള ഗ്ലൗസ് മെല്ലെ മെല്ലെ നമുക്ക് ആ ബൗളിലേക്ക് വെക്കാം. ആ ഗ്ലൗസിൻ്റെ പ്രത്യേകത കൊണ്ട്, ആ വെള്ളത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നിങ്ങൾ അതിലേക്ക് കൈ മുക്കുന്ന സമയത്ത് ആ മഷി മുഴുവൻ നിങ്ങളുടെ കൈകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. നിങ്ങളുടെ ഗ്ലൗസിലേക്ക് പൂർണ്ണമായിട്ടും ആ വെള്ളത്തിൽ നിന്ന് ആ മഷി ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ആ ഗ്ലൗസ് ബ്ലാക്ക് കളറിൽ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ ബൗൾ ഇപ്പം വളരെ ശുദ്ധമായ, ആദ്യം ഇരുന്നിരുന്ന അതേ സ്റ്റേറ്റിൽ ഇപ്പോൾ വെള്ളം ഇരിക്കുകയാണ്. വളരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വെള്ളം.
ബട്ട് ആ ഗ്ലൗസ് പൂർണ്ണമായിട്ടും ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ആ ഗ്ലൗസ് ഊരിയെടുത്ത് നിങ്ങളുടെ മുന്നിലുള്ള ഒരു തീ കുമ്പാരത്തിലേക്ക് അത് ഇടുന്നതായിട്ട് ഫീൽ ചെയ്യാം. യെസ്, കയ്യിൽ നിന്ന് ഗ്ലൗസ് റിമൂവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അഗ്നിയിലേക്ക് നിങ്ങൾ അതിനെ സമർപ്പിച്ചിരിക്കുകയാണ്. അത് കത്തിച്ചാമ്പലായിട്ട് വെണ്ണീറായിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആ പുക ഇങ്ങനെ ഉയർന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുള്ളിലുള്ള സകല നെഗറ്റീവ്സും അതിങ്ങനെ ഇല്ലാതായി 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 പുകയായിട്ട് നിങ്ങളുള്ളിൽ നിന്ന് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ച എല്ലാ ആ ഇമോഷൻസും ഇപ്പം നിങ്ങളുള്ളിൽ നിന്നും നിങ്ങളെ വിട്ട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ആ ഒരു റിലീസിങ് ഫീൽ ചെയ്യാം. മൈൻഡിലേക്കൊന്ന് തിരിച്ചു വരാം. നിങ്ങളുടെ മൈൻഡ് പൂർണ്ണമായിട്ടും വളരെ ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുള്ളിൽ ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. യെസ്, മെല്ലെ കണ്ണു തുറന്ന് തല ഒരു സൈഡിലേക്ക് തിരിക്കുക, മറുവശത്തേക്ക് നോക്കുക, then മുകളിലേക്കും താഴേക്കും നോക്കിക്കൊണ്ട് ജസ്റ്റ് കണ്ണു തുറക്കുക. ഓക്കെ, ഇന്ന് ആർക്കെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാറും ദോശയും കഴിച്ചവരുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? സാമ്പാർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്? ഇനി ദോശ ഇല്ലെങ്കിൽ കറിക്ക് സാമ്പാർ ഉണ്ടായിരുന്നോ? ചോറിന് ആർക്കും ഉണ്ടായില്ല? എന്താണ് നിങ്ങളിങ്ങനെ സാമ്പാർ ഒന്നും ഉണ്ടാക്കാറില്ല? ഇല്ലേ ഷെറിൻ? ഷെറിൻ സാമ്പാർ ഉണ്ടാക്കാറില്ലേ? ആ മാം, സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് രസം. രസമായിരുന്നു. വാവ്, അടിപൊളി. രസം. ഷഹാന, ഷഹാനയ്ക്ക് എന്തായിരുന്നു കഴിക്കാന്? ഷഹാന, ഷഹാനയ്ക്ക് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ദെൻ ഷൈമ. സാമ്പാർ അല്ലായിരുന്നു, ബീഫ് കറി ആയിരുന്നു. ബീഫ് കറിക്ക് എന്തായിരുന്നു? ചോറും ബീഫ് കറി. അടിപൊളി. ഷൈമ നല്ല അടിപൊളി ചോറും കുക്കറായിട്ട് ബീഫ് സ്പെഷ്യൽ കറി. ആയിട്ട് ഒരു സവനൊക്കെ ഉണ്ടാക്കി. എനിവേ, ഇത് ആർക്കാണ് ഷഹാനയ്ക്കെന്താ? ചിക്കൻ കറി ചിക്കൻ കറി. ആയിരുന്നു മാം. രാവിലെ ദോശ ഉണ്ടായിരുന്നു, ദോശയും ചിക്കൻ കറി. സാമ്പാർ അടിപൊളി. ഉണ്ടായിരുന്നില്ല. നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ? യെസ്. ഓക്കെ, താങ്ക് യു ടിയേഴ്സ്. ഇറ്റ്സ് എ ക്ലൻസിങ് മെത്തേഡ്. ഇപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ നിന്ന് ടോട്ടലി നിങ്ങൾ അതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ്റെ പവർ ഉണ്ടാവില്ല. അത് നിങ്ങളെ വിട്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ ഒരു പെയിൻ ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ അതിലേക്ക് കോപ്പറേറ്റ് ചെയ്തില്ല, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിവേ, നമുക്ക് ഈ ഒരു ജേർണി വളരെ സ്ട്രോങ് ആക്കി എടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കുമെന്നുള്ള യാതൊരു സംശയമില്ല. ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെ സഞ്ചരിച്ച് ഒരു അന്വേഷണം എടുക്കുകയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അവൾക്ക് അതിന് ആൻസർ കിട്ടുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് എനിക്ക് ഹാപ്പിനെസ് കിട്ടേണ്ടത് എന്നുള്ളതിന്റെ ആൻസർ കിട്ടാതെ അവളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ അവളുടെ മുന്നിൽ വന്ന് പറയുന്നത്, നീ എന്താണ് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? നീ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ യഥാർത്ഥമായ ആൻസർ നീ നിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ എന്ന് അവളോട് പറഞ്ഞ സമയത്ത് ആക്ച്വലി അവളിങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ചെയ്തത്. കാരണം അത്രയും വർഷങ്ങളോളം അവൾ സഞ്ചരിക്കായിരുന്നു, ഞാൻ എവിടെ നിന്നാണ് ഈ സന്തോഷം കണ്ടെത്തുക, എവിടെ നിന്നാണ് എനിക്ക് സമാധാനം കിട്ടുക എന്ന് അവൾ അന്വേഷിച്ച് നടന്ന് അതിന്റെ ആൻസർ അവൾക്ക് കിട്ടിയില്ലായിരുന്നു അത്രയും കാലം. ആ വ്യക്തി അവളോട് പറയാണ്, നിന്റെ ഉള്ളിലാണ് നീ തേടുന്നത് എന്ന് പറഞ്ഞപ്പോൾ റിയലി അവൾ വളരെ അമേസിംഗ് ആയിട്ടിരിക്കുകയാണ്. കാരണം ദ ട്രഷർ ഹൗസ് വിത്തിൻ യു, നമ്മളെ ഉള്ളിലാണ് ആ നിധിശേഖരം. ആ നിധിശേഖരം ഓപ്പൺ ചെയ്യാനും അത് തുറന്ന് ആ നിധി നമുക്ക് എടുക്കാനും പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് കളർഫുൾ ആക്കി എടുക്കാൻ പറ്റുമെന്നില്ല യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങളെ മുന്നിലേക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ജേണിയാണ് ഞങ്ങൾ തുറന്നു വെക്കുന്നത് എന്നുള്ളത്
ഇതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നിപ്പം എവിടെ ഇരിക്കുന്ന വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആളുകളും വീഡിയോ ഓൺ ചെയ്യാതിരിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു ഫംഗ്ഷന് നമ്മൾ പോവാം, നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. കല്യാണത്തിന് പോകുന്ന വിചാരിച്ചു. കല്യാണത്തിന് നന്നായിട്ട് സെറ്റപ്പായിട്ട് നല്ലൊരു ഷോഫ് ഇടാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ആരോ ഒരാൾ നിങ്ങളോട് പറഞ്ഞു, അയ്യേ എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നത്, പറ്റ മെലിഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ കാണുന്ന ഒട്ടും റെഡി ആയിട്ടില്ലല്ലോ, നീ മേക്കപ്പ് ഇതൊന്നും സെറ്റ് ആയിട്ടില്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗ് നിങ്ങളോട് അടിച്ചിട്ടുണ്ടെങ്കിൽ ചില ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവര് അതിനായിട്ട് നിൽക്കും അല്ലെ. ചില ആളുകളെ കാണുമ്പോൾ ഒന്ന് ചെകഞ്ഞെടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവര് പറയുന്ന 1-2 വേർഡ്സുകളായിരിക്കും, പക്ഷെ ആ വേർഡ് നമ്മളെ ഉള്ളിലൊരു കുത്തു കൊള്ളുന്നതിൽ യാതൊരു സംശയമില്ല. നമ്മൾ അത്രയും അടിപൊളിയായിട്ട് ഒരുങ്ങി പോയിട്ട് ഈ ആള് പറഞ്ഞ ഒരു സാധനമായിരിക്കും നമ്മളെ ഇങ്ങനെ അന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സുകാരും റിലേറ്റീവ്സും നീ വാ സംസാരിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോഴും ഒരു രക്ഷയുണ്ടാവില്ല. നിങ്ങളൊക്കെ പോയിക്കോ, ഞാൻ ഇപ്പം വരാം. കാരണം എന്താ, ഇവിടെ ആലോചിച്ച് കൂട്ടാണ്ട് അയാൾ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് ആയിരക്കണക്കിന് ചിന്തകൾ നമ്മളെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകും. എന്നാലും ഞാൻ ചെയ്തത് ശരിയല്ല, ഈ ഡ്രസ്സാ പ്രശ്നം, ഈ ഷോളാ പ്രശ്നം, എവിടെ ഇപ്പം ഇത് ശരിയാവാത്തത് തുടങ്ങി ചിന്തിച്ച് ഇങ്ങനെ വല്ലാതെ ഡൗൺ ആയിട്ടായിരിക്കും നമ്മളിരിക്കുക. കല്യാണത്തിന് നല്ല അടിപൊളി മന്തിയാണുള്ളതെങ്കിൽ പോലും നമ്മൾ മന്ത്രിച്ചിരിക്കായിരിക്കും, ഞാൻ ഒട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട്. ദിസ് ഈസ് അഫോർമേഷൻ. നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, സെൽഫ് ടോക്ക് നടത്തുകയാണ്. എന്നെ പറ്റൂല, എന്നെ കൊള്ളത്തില്ല, ഞാൻ വെരി ബോറാണ്, ഞാൻ മെലിഞ്ഞതാണ്, ഞാൻ തടിച്ചിയാണ്, നിറച്ച് മോക്കുരു വന്നിട്ടുണ്ട്, പാകപ്പാടെ ഡാർക്ക് സ്പോട്ട് വന്നിട്ടുണ്ട്, തുടങ്ങി നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇത്രയും നെഗറ്റീവ് നമ്മളോട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ പറയുന്നതല്ല കാര്യം. അയാൾ ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ, ആയിരക്കണക്കിന് ചിന്തകൾ കടന്നു പോയത് നമ്മളെ ഉള്ളിലാണ്. ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇമോഷൻ, ആ ഇമാജിനേഷൻ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഫോക്കസ് ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഉള്ളില് ആ ഒരു റീവയറിങ് നടക്കുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഒരു വാക്കുകൊണ്ട് ഇത്രയും ആയിരക്കണക്കിന് ചിന്ത നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കാനും ആ ചിന്തകൾ നമ്മളെ റീവയർ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അതിനൊന്ന് റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്തുകൂടാ? നേരെ ഇങ്ങനെ പോകുന്ന സാധനത്തിന് ഒന്നുകൂടെ തിരിച്ചാലെന്താ? നമ്മളിങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്നത് അവരെന്തോ പറഞ്ഞോട്ടെ, ഐ ആം ഓക്കെ എന്ന മൈൻഡ് സെറ്റിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള അഫോർമേഷൻസ് കൊടുത്ത് നമ്മളെ ബോൾഡാക്കി ഇരുത്താൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ആരെന്നെ എന്തെന്നെ പറഞ്ഞാലും ചുറ്റിനും എന്ത് തന്നെ നടന്നാലും നമ്മളെ ഉള്ളിൽ തകരാതെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട്, പവർഫുൾ ആയിട്ട് നിന്നുകൊണ്ട്, അയൺ ലേഡി എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ഈ സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുന്നേ വെറുതെ കൈ മടക്കി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ച ആ സൃഷ്ടാവ് ചോദിക്കും, നിന്നെ പറഞ്ഞു വിട്ട കാര്യം നീ ചെയ്തില്ലേ? നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ഒരാൾ കടയിലേക്ക് പറഞ്ഞയച്ചു, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആള് പറഞ്ഞയച്ച സാധനം വാങ്ങിക്കാൻ നിങ്ങൾ പോയി, നിങ്ങൾ എല്ലാതും വാങ്ങി, പക്ഷെ ആള് പറഞ്ഞയച്ച സാധനം മാത്രം നിങ്ങൾ വാങ്ങാതെയാണ് തിരിച്ചു വരുന്നത് എങ്കിൽ ആള് ചോദിക്കും, എന്തേ ഞാൻ പറഞ്ഞ നീ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതാ ഞാനത് മറന്നു എന്ന് പറയുന്ന സമയത്ത് അവര് ഹാപ്പി ആവുമോ? ഒരിക്കലുമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടാവ് ഇങ്ങോട്ട് അയച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് കണ്ടെത്താതെ അതിലൂടെ നമ്മളെ ജേണി കൊണ്ടുപോവാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ സൃഷ്ടാവിന് നമുക്ക് സന്തോഷപ്പെടുത്താൻ, തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ആ പടച്ചോനെ പടച്ച പടപ്പുകളായിട്ടുള്ള നമുക്ക് നമ്മളിൽ നിശ്ചയിച്ചുള്ള ആ ലക്ഷ്യത്തിനെ കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ജേണിയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. വൺസ് അഗെയിൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നിങ്ങളോട് ഒരൊറ്റ സ്റ്റോറി കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരു പോലീസുകാരന് അയാളും അയാളുടെ ഭാര്യയും കൂടെ ഒരു പോലീസുകാരന്റെ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തന്നെയുള്ള ഒരു ക്വാർട്ടേഴ്സിൽ അവർ താമസിക്കുകയാണ്. ഈ സ്ത്രീ ദിവസവും ഈ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ചുറ്റിനും നന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, ചുറ്റിനും കാട് പിടിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് അവൾ ഒരു കത്തി എടുത്തിങ്ങ് ഇറങ്ങും. ദിവസവും കത്തിയെടുത്ത് ഇറങ്ങി ആ പൊന്തിയൊക്കെ ഇങ്ങനെ വെട്ടി നികത്തിക്കൊണ്ടിരിക്കും. അപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിലുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ചോദിക്കും, നിനക്ക് എന്തിന്റെ കേടാ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, നല്ല ആവശ്യമുണ്ടോ? കാരണം നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോവാൻ ഒക്കെ ഇരിക്കും, നമ്മളെപ്പോഴും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാ, നമ്മളെ വീടല്ല ഒന്നുമല്ല, പിന്നെ എന്തിനാ നീ ഇവിടെ ഇങ്ങനെയൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്നത്, നിനക്ക് വെറുതെ ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും പറയാതെ അവൾ അവളുടെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാടൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് അവിടെ നല്ല രീതിയിൽ കല്ലും മുള്ളൊക്കെ പറിച്ച് ക്ലിയർ ചെയ്ത് ആ നിലം ഉഴുതു മറിച്ച് അവിടെ വിത്ത് പാകാൻ തുടങ്ങി. അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിത്തൊക്കെ മുളച്ച് പൊന്തി നല്ല തൈകളായിട്ട്, പൂക്കളായിട്ട്, കായ്കളായിട്ട് വളർന്നു വന്നു. ആ ഒരു സമയമായപ്പോഴാണ് നമ്മളെ പോലീസുകാരനെ ജോലി ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നത്.
പോലീസുകാരൻ ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഇവർ പോവുകയാണ് അവിടെ നിന്ന്. ആ സമയത്തേക്ക് യാത്ര അയപ്പിന് വേണ്ടിയിട്ട് മറ്റു ക്വാർട്ടേഴ്സിലുള്ളവരൊക്കെ അവിടെ ഒരുമിച്ച് കൂടി. അവര് ഇവളോട് പറഞ്ഞു, അപ്പോഴും എന്നോട് പറഞ്ഞില്ലേ നിനക്കൊരു ഭാഗത്ത് അടങ്ങിയിരുന്നാ പോരായിരുന്നില്ലേ, നീ എന്തിനാ അതൊക്കെ ഉണ്ടാക്കിയത്, ഇപ്പൊ ഇത് അനുഭവിക്കാനുള്ള യോഗം നിനക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരൊക്കെ ഇവളെ പരിഹസിച്ച സമയത്ത് ആ സ്ത്രീ പറഞ്ഞ ഒരൊറ്റ മറുപടി ഇതായിരുന്നു, ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ എന്തായിരുന്നുവോ അതിനേക്കാൾ മനോഹരമാക്കി അതിനെ ഇവിടെ ഇട്ടേച്ച് പോവാനേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്നുള്ളൊരു മറുപടിയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ നമ്മുടെ തലമുറയ്ക്ക് ഈ സമൂഹത്തില് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റണം. തിരിച്ചു പോകുന്ന സമയത്ത് നമുക്കതിന്റെ റിസൾട്ട് കൊണ്ടുപോകാനും കൂടെ പറ്റുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ജേർണി നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മളെ ലൈഫ് ആ ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ, നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ആൻസറിലൂടെ അത് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, ഞാൻ ജീവിക്കുന്നത് ഇതിനാണ്, എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒന്നിലും ലാക്കിങ് വരില്ല. നിങ്ങൾ വീട്ടുജോലിയാണെങ്കിലും എന്താണെങ്കിലും കൃത്യസമയത്ത് നിങ്ങൾ അത് തീർത്ത് നിങ്ങളെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്ത് തുടങ്ങുമെന്നില്ല യാതൊരു സംശയമില്ല. സോ വൺസ് അഗൈൻ ഐ വെൽക്കം അവർ ക്ലാരിറ്റി കോഡ് ജേർണി. നിങ്ങളെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വൺസ് അഗെയിൻ നിങ്ങൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നതിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഇറ്റ്സ് എ മണി ബാക്ക് ഗ്യാരണ്ടി എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇത്രയും സമയം നമ്മളെ മുന്നിൽ കേട്ടിരുന്ന് ആ ജേണി ഇങ്ങനെ ആസ്വദിച്ചു പോയ നിങ്ങൾ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഓവർ ടു ഷെറിൻ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആ ഒരു ബ്ലാക്ക് ബോൾ എടുത്തിട്ട് ആ ഒരു ബൗളിലോട്ട് ഇട്ടല്ലോ, അത് വളരെ ഒരു നമ്മളൊക്കെ ഹീൽ ചെയ്യുന്നൊരു സംഭവമല്ല. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഉള്ളതാണ് ഇങ്ങനെ കുറെ ബ്ലാക്ക് ഡോട്ട്സ്. ഞാൻ ശരിക്കും അപ്പോൾ എൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും എൻ്റെ പല വിഷമങ്ങളും ഞാൻ ആലോചിച്ചു പോയി. പല പ്രശ്നങ്ങളും നമ്മൾ ആ ബോളിലോട്ട് ഇട്ടു, എന്നിട്ട് അത് കത്തിച്ചു കളഞ്ഞു. അതൊരു ഭയങ്കര വലിയൊരു റിലീഫ് അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹീലിംഗ് ഇതിൽ കിട്ടിയോ? ഇത് ചെറിയൊരു മാമിന്റെ ഒരു ടെക്നിക്ക് മാത്രം. നമുക്ക് ഇനിയും ഒരുപാട് ടെക്നിക്സ് മാമിൽ നിന്നും കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. ഇതൊരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല എന്ന് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. പിന്നെ മാം പറഞ്ഞതുപോലെ ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ കുറച്ചു മുന്നേ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടില് എല്ലാവരും ജോയിന്റ് ഫാമിലി ആയിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം, പക്ഷെ അന്നും ഞാൻ വെറും ഒരു ഹൗസ് വൈഫായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ പല ഫ്രസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നിയിരുന്നു, ഞാൻ ഇതല്ലല്ലോ, എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലോ, ഞാൻ ഇതാണോ, എനിക്കെന്റെ പർപ്പസ് ഇതല്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും. കാരണം എനിക്കൊരു ആളുകളുമായിട്ട് അധികം കോണ്ടാക്റ്റില്ല, വെറും വീട്ടിൽ മാത്രം. അവിടെ തന്നെ എന്നോട് മിണ്ടാത്ത പലരും, നമ്മളോട് പല പ്രശ്നങ്ങളുമായിട്ട് മിണ്ടാത്ത. അപ്പൊ എന്റെ ജീവിതം ഇതല്ലല്ലോ, ഞാൻ പല ഫ്രസ്ട്രേഷൻസിലൂടെ പോവുമായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നിയിരുന്നു എന്റെ പർപ്പസ് ഇതല്ലല്ലോ. പക്ഷെ പിന്നീട് പല പ്രശ്നങ്ങളായി ഞാൻ ഒറ്റപ്പെട്ടു. അവിടുന്ന് വേറൊരു വീട്ടിലോട്ട് മാറി. പക്ഷെ ഇന്ന് ഞാൻ കുറെ സ്ട്രോങ് ആയി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ആ പർപ്പസ് ഓഫ് ലൈഫ് പടച്ച തമ്പുരാൻ എന്നിൽ അർപ്പിച്ചത് കൊണ്ട് അതൊരു എന്റെ ജേർണി ആയിരുന്നു. ഞാൻ അന്ന് കുറെ സങ്കടപ്പെട്ടിട്ടുണ്ട്, ഞാൻ അന്ന് കുറെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒറ്റപ്പെട്ടതെല്ലാം ഞാൻ എന്റെ ഈ പർപ്പസ് ഓഫ് ലൈഫിലോട്ട് എത്തിച്ചേരാനായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം നിങ്ങളെ സ്ട്രോങ് ആക്കാനായി പടച്ച തമ്പുരാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഇട്ടതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നിങ്ങളുടെ ജേർണി, നിങ്ങളുടെ പർപ്പസ് ഓഫ് ലൈഫ് നിങ്ങൾ കണ്ടെത്തുക. അതായത് നമ്മളുടെ ലക്ഷ്യം സ്ട്രോങ് ആണെങ്കിൽ, നമ്മൾ അതിയായ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ ഈ ലോകം തന്നെ, ഈ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് പൗലോ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? അപ്പോ അത് ശരിയാണ് എന്ന് എനിക്കിപ്പോ തോന്നുന്നു.
അതെ, നമ്മുടെ കൂടെ ഈ ലോകം മുഴുവൻ ഉണ്ടാവും. ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളൊരു കുടുംബമായി തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലൂടെയോ പ്രതിസന്ധികളിലൂടെയോ നിങ്ങളുടെ മനസ്സ് കടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും തളർന്നു പോകരുത്. ഞങ്ങളുടെ ഈ ജേർണിയിലോട്ട് നിങ്ങൾ കടന്നു വരൂ. നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. മാമിനെ പോലെ വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ടെക്നിക്സ് മാമിന്റെ കയ്യിലുണ്ട്. അതോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ പോലെയുള്ള യാത്രകളിലൂടെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോയി വന്ന ഞങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത്. നിങ്ങൾക്ക് ഇത് നല്ലതാണെന്ന് തോന്നാൻ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. നിങ്ങൾ ഈ ഞങ്ങളുടെ ജേർണിയിലോട്ട് വരണം. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോ പിന്നെ മാം പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിൽ തന്നെ എല്ലാ ശക്തിയും ഉണ്ട് അല്ലേ? കാറ്റും മഴയും നക്ഷത്രങ്ങളും ആകാശവും എല്ലാം നമ്മുടെ ആ നിധി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ നിധി കണ്ടെത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ആരും നമ്മളോട് എന്ത് ചെയ്താലും അത് നമ്മളെ എഫക്റ്റ് ചെയ്യൂല. നമുക്ക് കുറേ മുന്നോട്ട് പോവാൻ ഈ ലോകം തന്നെ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഈ സെഷൻ കണ്ട് ഇതെങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു? നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിരുന്നോ? നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ഫീഡ്ബാക്ക്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഫീഡ്ബാക്ക് സെഷനിലോട്ട് പോവാം. നമുക്ക് ആരാണ് ഫീഡ്ബാക്ക് ഫസ്റ്റ് പറയാൻ പോകുന്നത്? ഞാന് മാമിന്റെ ഒരു മെന്റേയും കൂടിയാണ്. കുറച്ച് നാളായി ഞാൻ മാമിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ജേർണിയില് എന്നിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും നിങ്ങളുടെ മുന്നിൽ ഇത്രയും പവർഫുൾ ആയിട്ട് ഇങ്ങനെ വീഡിയോന്റെ മുന്നിൽ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. കാരണം എല്ലാത്തിനോടും മടുപ്പ് തോന്നി ജീവിതത്തിന് തന്നെ മുന്നിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ മാമിനെ കണ്ടുമുട്ടുന്നത്. അപ്പോ ഇത്രയും ഒരു പവർഫുൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് മാമിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു നിധി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനാണ് അത് അർത്ഥാക്കുന്നത്. പിന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ മാമിന്റെ ആ ഒരു മെഡിറ്റേഷൻ തന്നെ നല്ല എഫക്ട് ചെയ്തിരുന്നു. പിന്നെ രണ്ടാമത്തതായിട്ടുള്ള നമ്മുടെ ആ ഒരു കറുത്ത ബോള് നമ്മുടെ ഉള്ളില് മറച്ചു വെച്ചിട്ടുള്ള ആരോടും പറയാൻ കഴിയാത്ത ഒരുപാട് വിഷമങ്ങൾ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവും. ഇതില് എല്ലാവർക്കും ഉണ്ടാവും അവരുടേതായിട്ടുള്ള ഓരോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ എനിക്കിപ്പോ ഇന്നുണ്ടായിട്ടുള്ള ഒരുപാട് ഞാൻ മാമിന്റെ കൂടെ കൂടിയതിനു ശേഷം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് ഒന്ന് എൻ്റെ ഉള്ളിൽ നീക്കിയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു. അത് സത്യമായിട്ടും എൻ്റെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടിയിട്ട് തന്നെ ഞാൻ പറയുന്നത്. അത്രയും ഞാൻ ഫീൽ ചെയ്തിട്ട് ആ ഒരു കറുത്ത ഒരു സാധനം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സംസാരിക്കാത്ത ഒരാളോട് ഇൻഷാല്ലാ ഞാൻ ഈ ഒരു നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വിളിക്കണം വിചാരിച്ചു നിൽക്കുകയാണ്. കാരണം അത്രയും ഹേർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അന്ന് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇൻഷാല്ലാ അത് എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കറുത്ത ഒരു ഡോട്ടിനെ ആ ഒരു ബോള് വലിയൊരു ബോളാക്കിയിട്ട് ഞാനത് എന്തായാലും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പൊ എനിക്കത് നന്നായിട്ട് എഫക്ട് ചെയ്ത് അത് അത്രയും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എഫക്ട് ചെയ്യുള്ളൂ. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇൻഷാല്ലാ എന്തായാലും അൽഹംദുലില്ലാ എനിക്കത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അത് അനുഭവം ഉണ്ടാവട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാണ്. ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നംഷീറ. ഇനി നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ ആരാണ് വരുന്നത്? ഷാഹില അറിയത് വേറെ ആരെങ്കിലും? അബൂ സാലിഹ്. ഒന്ന് പറയാ, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്ത്? എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയോ? ഒന്ന് പറയാവോ?
കുഴപ്പമില്ല, ഫീഡ്ബാക്ക് അവർ വോയിസിലൂടെ ഗ്രൂപ്പിൽ അറിയിച്ചോളും. എനിവേ സംസാരിക്കാനുള്ള വീഡിയോയിൽ പറയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഷെറിൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ. ആൻഡ് നമ്മൾ ഇന്നത്തെ സെഷൻ വളരെ നന്നായി നമുക്ക് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച നമ്മുടെ മാമിനോട് നമുക്ക് നന്ദി പറയാം. മെഡിറ്റേഷനും പിന്നെ ആ ഒരു ബ്ലാക്ക് ബോൾ അത് എനിക്ക് വളരെ എഫക്റ്റീവായിരുന്നു. എനിക്ക് പേഴ്സണലി, നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഫീൽ ചെയ്തതെന്ന് അറിയില്ല. താങ്ക് യു മാം, താങ്ക് യു വൺസ് അഗെയിൻ ഫോർ ദി ടെക്നിക്. ഇതൊക്കെ ഞങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ അവർ അറിയാത്തതായിരിക്കാം. നമ്മൾ വളരെയധികം മാറ്റങ്ങൾ വരുത്തും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ഈ ടെക്നിക്സിലൂടെ. അത് ഞങ്ങൾ അതിനുള്ള സാക്ഷികളാണ്. ഞങ്ങൾ അതിനുള്ള ലിവിങ് ആയിട്ടുള്ള നിങ്ങളുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. ഈ സെഷനിലോട്ട് ഞങ്ങളുടെ ജേർണിയിലോട്ട് വരാൻ ആരും ഡൗട്ട് ചെയ്യരുത്. ഇത്രയും എഫക്റ്റീവാണ് എന്നുള്ളത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മാമിനോട് ഈ സെഷൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച മുബഷിറ ഫാറൂഖ് മാമിനോട് ഒന്നുകൂടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.